അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂംബ ഡാൻസ് ആർക്കാണ് ഇത്ര എതിർപ്പ്? അല്ലെങ്കിൽ സൂംബ ഡാൻസ് കളിച്ചത് കൊണ്ട് എന്താണ് കുഴപ്പം? ഇത് മതവുമായി എങ്ങനെയാണ് ബന്ധപ്പെടുന്നത് എന്നൊക്കെയുള്ള ചർച്ചകൾ സജീവമാവുകയും ചാനലുകൾക്ക് ചാകരയാകുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും അവരാഘോഷിക്കട്ടെ. അപ്പോൾ ഇസ്ലാം മതവിശ്വാസികൾ എന്ന നിലയ്ക്ക് നമുക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ടാവുമല്ലോ. ഒരു ഇസ്ലാമിക് സംഘടനയുടെ നേതാവായ അധ്യാപകനായ ടി.കെ. അഷ്റഫ് അദ്ദേഹം പറഞ്ഞത് ഇപ്രകാരമാണ്. അതായത് തങ്ങളുടെ മക്കൾ, അതായത് മുസ്ലിം കുട്ടികളുടെ കാര്യം, അതും സ്വന്തം മതത്തിൽപ്പെട്ട ആളുകളുടെ മക്കളെ എന്നാണ് ഉദ്ദേശിച്ചത്, എല്ലാ കുട്ടികളെയല്ല. അപ്പൊ തങ്ങളുടെ മക്കളെ ഇതിലേക്ക് വിടാനോ അല്ലെങ്കിൽ അതിനെ പ്രോത്സാഹിപ്പിക്കാനോ പറ്റുകയില്ല. അവർ അതിൽ നിന്ന് വിട്ടു നിൽക്കും എന്നുള്ള രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചത്. അതിനെ ഏറ്റവും കൂടുതൽ വർഗീയതയിലേക്കും മതസ്പർദ്ധ ഉണ്ടാകുന്ന രീതിയിലേക്കും ചർച്ച ചെയ്ത് കൊണ്ടുപോയത് ചാനലുകളാണ്, മീഡിയകളാണ്. അല്ലാതെ അദ്ദേഹം അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുമില്ലേ. അതിൻ്റെയൊക്കെ പേരിൽ ഒരു അഭിപ്രായം പറഞ്ഞു എന്നതിൻ്റെ പേരിൽ അദ്ദേഹത്തെ സസ്പെൻസ് ചെയ്യേണ്ടതായ ഒരു കാര്യവും രാജ്യദ്രോഹ കുറ്റമൊന്നും അദ്ദേഹം ചെയ്തിട്ടില്ല. വെറും ഒരു അഭിപ്രായം മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു പൊതുവിദ്യാലയത്തിൽ അല്ലെങ്കിൽ ഒരു പൊതുസ്ഥാപനത്തിൽ ഇത്തരം നിയമങ്ങൾ കൊണ്ടുവരുമ്പോൾ ഓരോരുത്തരുടെയും മതത്തിന്റെയും ജാതിയുടെയും വ്യത്യസ്തമായ മതത്തിലും ജാതിയിലുമുള്ള കുട്ടികളായിരിക്കും. അപ്പൊ അവരുടെ ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും എതിരായി വരുന്ന എന്ത് കാര്യമുണ്ടെങ്കിലും അതിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യൻ ഭരണഘടന നമുക്ക് നൽകുന്നുണ്ട്. അതല്ലെങ്കിൽ ഒരു അടിച്ചേൽപ്പിക്കലാണ് അതിന് പറയുന്ന മറ്റൊരു പേര്. കാരണം ഇത് ചെയ്തേ പറ്റൂ, ഇത് ഇങ്ങനെയല്ല അങ്ങനെയല്ല, ഇത് കളിച്ചെന്നും പറഞ്ഞ അല്ലെങ്കിൽ ഇത് ചെയ്തെന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ മതത്തെ എങ്ങനെ ബാധിക്കും എന്നല്ല, തിരിച്ചല്ല ചോദ്യം ചെയ്യേണ്ടിയിരുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണ്. ഇപ്പോ സ്കൂളുകളിൽ ഉച്ചഭക്ഷണമായി ബിരിയാണി, ചിക്കൻ ബിരിയാണി, മട്ടൻ ബിരിയാണി അങ്ങനെയുള്ള ഭക്ഷണം കൊടുക്കുകയാണ്. അപ്പൊ എല്ലാ കുട്ടികളും ഇത് കഴിച്ചേ പറ്റൂ. കാരണം ഇവിടെ അങ്ങനെയൊന്നുമില്ല. കാരണം ഒരു പൊതുസ്ഥാപനം ആണ്. എന്നിരുന്നാൽ നമ്മൾ എന്തായിരിക്കും ചെയ്യുക? കാരണം പല പ്രത്യേകിച്ചും ശബരിമല സീസൺ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്ന സമയം നമുക്കറിയാം. നമ്മളും പഠിക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ ശബരിമലയിലേക്ക് പോകാൻ മാലയിട്ടിരിക്കുന്ന കുട്ടികളൊക്കെ ഇതുപോലെ മാംസങ്ങൾ കഴിക്കാതെയൊക്കെ മാറി നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റും. അതുപോലെ നോമ്പ് കാലത്ത് കുട്ടികൾ നോമ്പ് പിടിച്ചിട്ട് അവർ ഭക്ഷണം കഴിക്കാതെ മാറി നിൽക്കുന്നത് കാണാൻ സാധിക്കും. ഇതൊക്കെ ഒരു ജനറൽ ആയിട്ടുള്ള ഒരു കാര്യങ്ങളാണ്. ഇത് സ്വാഭാവികമാണ്. അപ്പോൾ ഇതെല്ലാം ഒരു അടിച്ചേൽപ്പിക്കലിന്റെ രീതിയിലേക്ക് പോകുമ്പോഴാണ് അത് വിമർശനമാകുന്നത്, ചോദ്യങ്ങൾ വരുന്നത്. ഒരു എക്സാമ്പിൾ കൂടി ഞാൻ ഇവിടെ പറയുകയാണ്. 1986 ഒരു കേസ്, ബിജു ഇമ്മാനുവൽ കേസ്. ഇതില് യഹോവ സഭയിൽപ്പെടുന്ന കുട്ടികൾ സ്കൂളിൽ വെച്ച് ദേശീയ ഗാനം ചൊല്ലുമ്പോൾ അതിനോടൊപ്പം ചൊല്ലാൻ വിസമ്മതിക്കുകയുണ്ടായി. അത് അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്, അല്ലെങ്കിൽ വിശ്വാസത്തിനെതിരായിരുന്നു എന്നായിരുന്നു ആ ഒരു വാദം. അപ്പോൾ യഥാർത്ഥത്തിൽ എല്ലാ ക്രിസ്ത്യൻസും അങ്ങനെ ഇതൊരു പ്രശ്നമായിട്ട് എടുക്കുന്നുണ്ടോ? ഇല്ല. അതുപോലെയാണ് നമ്മൾ മുസ്ലിമീങ്ങളിൽ ഒരു വിഭാഗം ആളുകൾ, അതായത് വിശ്വാസത്തിന്റെ അടിസ്ഥാന കാര്യങ്ങൾ മനസ്സിലാക്കിയെടുത്ത് പിഴവ് സംഭവിച്ചവരാണ് നാമധാരികൾ. അവർക്ക് ഇത് ബാധകമല്ല. പക്ഷെ യഥാർത്ഥ ഇസ്ലാം അനുസരിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് അത് ബാധിച്ചേക്കാം. അപ്പോൾ അവർക്ക് ഏതാണെങ്കിലും അതിൽ നിന്ന് വിട്ടുനിൽക്കൽ അനിവാര്യമാണ്. അത് ഇന്ത്യൻ ഭരണഘടന നൽകുന്ന ഒരു സ്വാതന്ത്ര്യമാണ്. അത് വെച്ചിട്ടാണ് ടി.കെ. അഷ്റഫ് ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ 1986 ഇമ്മാനുവൽ കേസ് സുപ്രീം കോടതി വരെ എത്തി. അങ്ങനെ അതിന്റെ വിധി ഇങ്ങനെയായിരുന്നു: യഹോവ സാക്ഷികൾ അവരുടെ വിശ്വാസം അനുസരിച്ച് മുന്നോട്ട് പോകട്ടെ, ആ കുട്ടികൾ ദേശീയ ഗാനം ചൊല്ലേണ്ടതില്ല, അതവരുടെ വിശ്വാസ കാര്യങ്ങളെ ഹനിക്കുന്നുണ്ടെങ്കിൽ എന്നായിരുന്നു വിധി. എന്നാൽ ഇവിടെ പറഞ്ഞതുപോലെ ഈ ദേശീയ ഗാനം ചൊല്ലുന്നത് കൊണ്ട് എന്താണ് പ്രശ്നം, നിങ്ങളുടെ മതത്തിൽ എന്താണ് പ്രശ്നമെന്നോ നിങ്ങളുടെ വിശ്വാസത്തെ ഇത് എങ്ങനെ ബാധിക്കും എന്നൊന്നും കോടതി ചോദിച്ചില്ല. അതെന്തുകൊണ്ടാണ് കോടതി അങ്ങനെ ഒരു വിധി പ്രഖ്യാപിച്ചത്? ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 19 അനുസരിച്ച് ആവിഷ്കാര സ്വാതന്ത്ര്യവും അതുപോലെ ആർട്ടിക്കിൾ 25 പ്രകാരമുള്ള മതസ്വാതന്ത്ര്യം അല്ലെങ്കിൽ സ്വന്തം മതം അനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് അവിടെ സുപ്രീം കോടതി കണക്കിലെടുത്തത്.
അപ്പോൾ ഇദ്ദേഹത്തിന്റെ സസ്പെൻസുമായി ബന്ധപ്പെട്ട് എനിക്ക് ഇത്രയൊക്കെയാണ് പറയുവാനുള്ളത്. അദ്ദേഹം പറഞ്ഞതിന്റെ യുക്തി അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞതിലുള്ള എന്താണ് അതിലടങ്ങിയിരിക്കുന്ന കാര്യം എന്നാണ് ജസ്റ്റ് ഞാനൊന്ന് സൂചിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.